لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ പുണ്യം നിറഞ്ഞ ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് വിശ്വാസികളായ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ഒരു റമളാൻ കൂടി ലഭിച്ചത് എന്നുള്ളത്. അതിന് അല്ലാഹുവിനെ നാം സ്തുതിക്കുകയും അവന് നന്ദി അർപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ
ബാധ്യതയാണ്. പരിശുദ്ധ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എല്ലാ വർഷവും അറബി മാസത്തിലെ 9-ാം മാസം അത് വരാറുണ്ട്. അത് 29-30 ദിവസം കഴിഞ്ഞ് അത് നമ്മിൽ നിന്നും വിട പറയാറുമുണ്ട്. ഈ കാലയളവിൽ നമ്മളൊക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അവർ ഖബർ ജീവിതത്തിലാണ്, ബർസഖിയായ ജീവിതത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആ അവസ്ഥയിൽ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ, ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും പെട്ടെന്നാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരായി വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം റമദാനിൻ്റെ പടിവാതിക്കൽ, റമദാനിലെ 1-ാമത്തെ ദിവസം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ അൻസർ കുറ്റിവട്ടം, എല്ലാവർക്കും മുഖപരിചയമുള്ള, ഇവിടെ ഇമാമ് നിൽക്കുന്ന, മറ്റു പല മദ്രസകളിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനുമൊക്കെയായി ജീവിച്ചിരുന്ന, ഈ പള്ളിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജുമായ്ക്ക് ഇവിടെ സംബന്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ആ റമദാനിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു അവസരം കൊടുത്തില്ല. കാരണം നേരത്തെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നതാണല്ലോ. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇവിടെ എത്ര നാള്, നമ്മുടെ ആയുസ് എത്ര, നമ്മുടെ റിസ്ക് എത്ര എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ അതിൻ്റെ ആ തീരുമാനം മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, ആ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബറിനെ അള്ളാഹു വിശാലത നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുത്തു മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നാം പരലോകത്ത് സ്വർഗത്തിൽ നമ്മളോടൊപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ റമദാൻ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണം. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതിൻ്റെ സമയങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ല അവസരമാണ്. ഇതുപോലെ ഒരു അവസരം വേറെ അള്ളാഹു വെച്ചിട്ടില്ല. ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു അവസരം അള്ളാഹു വേറെ വെച്ചിട്ടില്ല. ഇതിലെ ഓരോ ദിനങ്ങളും, ഇതിലെ രാവും പകലും എല്ലാം ഒരുപോലെ പ്രാധാന്യവും പ്രത്യേകതയും നിറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് അലസമായിട്ട് തള്ളിവിട്ടുകൊണ്ട് റമദാൻ പോയി കഴിയുമ്പോൾ ഒരു കുറ്റബോധം, പോയല്ലോ എന്ന ഒരു സങ്കടം പറയുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ പൂർണ്ണമായിട്ടും ഞാൻ ഉണ്ടാകുമോ നമുക്ക് ഉറപ്പില്ലല്ലോ. എന്നിട്ടല്ലേ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്ത സമയത്തേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്.
അപ്പോൾ ഈ കിട്ടിയ അവസരം നമ്മൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പരലോക ജീവിതമാണ് ഖൈറും വഅബ്ഖ എന്ന് അള്ളാഹു നമുക്ക് ഉറപ്പു നൽകുകയാണ്. യഥാർത്ഥമായ ജീവിതം അവിടെയാണ്. ഇവിടെ കുറേ ജീവിതം, കുറേ പരീക്ഷണങ്ങൾ, കുറേ രോഗങ്ങൾ, കുറേ പ്രശ്നങ്ങളും സമാധാനം കുറവും എല്ലാം നിറഞ്ഞതാണ് ഈ ജീവിതം എന്ന് ഹയാത്തു ദുനിയ എന്ന് പറയും. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. അത് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ, കുറയുകയില്ല. ഇനി അങ്ങോട്ട് പോകുന്ന കാലം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ 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 പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് കുറയാൻ പോകുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ അടുത്ത ജീവിതത്തിന് വേണ്ടി യഥാർത്ഥമായ വരാനുള്ള ആ ഒരു പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരിക്കണം നമ്മളിവിടെ നടത്തേണ്ടത്. അതിന് കുറച്ച് അള്ള പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മളെ വെറുതെ വിട്ടിരിക്കുന്നതല്ല അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ്. വെറുതെ മരിച്ച് മണ്ണായി പോകുമെന്ന് ആരും കരുതേണ്ടതില്ല. നമ്മൾ ഒരുപാട് ആയത്തുകൾ, തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അള്ളാഹുവിന് അതൊന്നും ഒരു പ്രയാസമല്ല. അള്ളാഹുവിന് ഒരു വിഷമവുമില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനോ. അള്ളാഹു എന്തെല്ലാമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു തരും. നിങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം? ഈ കാണുന്ന ആകാശങ്ങളെ സൃഷ്ടിക്കാനാണോ അള്ളാഹുവിന് പ്രയാസമെന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, തീർച്ചയായും രണ്ടാമതുള്ള ആ പരലോക ജീവിതം അത് ഉറപ്പായ കാര്യമാണ്, യഖീനാണ്, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, ഒരു സംശയവും സംശയിക്കേണ്ട കാര്യമില്ല എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ റമളാൻ എങ്ങനെ നന്നാക്കാം എന്ന് പറഞ്ഞാൽ കുറെ ഭക്ഷണം കഴിച്ച് തടി നന്നാക്കാന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെയോ നമുക്ക് അള്ള പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടുമൊക്കെ നാം നിർവഹിക്കേണ്ട കുറെ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതേപോലെ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഈ റമളാൻ മാസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ റമളാൻ മാസത്തിൽ നാം ഖുർആൻ എത്രമാത്രം ഓതിത്തീർക്കാൻ സാധിക്കും, നമുക്ക് എത്രമാത്രം ഖുർആൻ ഓതാൻ സാധിക്കും. റമളാൻ വന്നിട്ട് ഖുർആൻ നാം കയ്യിലെടുത്തോ, ഓതിയോ? നമ്മൾ നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓതിയോ? വീട്ടിലിരുന്ന് ഓതിയോ? പള്ളിയിൽ വന്നിട്ട് മുസഹഫ് എടുത്ത് ഓതിയോ? നമ്മൾ ഇത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലേ? ഇത് വേറെ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക, വൈകുന്നേരമാകുമ്പോൾ വയറ് നിറക്കുക, അത് മാത്രമാണോ? അത് മാത്രമല്ല നോമ്പെന്ന് പറയുന്നത്. നോമ്പ് പിടിച്ചാൽ നമ്മൾ ഈ വക കാര്യങ്ങൾ നാം നിർവഹിക്കാൻ മുന്നോട്ട് വരണം ആവേശത്തോടു കൂടി. രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം. എന്റെ ഇവിടെ ആള് കുറയുന്നു, അങ്ങനെ കുറയാൻ പാടില്ല. മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ആരെങ്കിലും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ കാര്യം പ്രവാചകൻ നിർവഹിച്ച നമസ്കാരം, പ്രവാചകന്റെ സ്വഹാബാക്കൾ നിർവഹിച്ച നമസ്കാരം, രാത്രി നമസ്കാരം, അതിന് പല പേരുകളുണ്ട്. ഖിയാമുൽ ലൈൽ എന്നും തഹജ്ജുദ് എന്നും ഒക്കെ, തറാവീഹ് എന്നും ഒക്കെ
പല പേരുകളുണ്ട്. ആ സമയത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നു. ഉറക്കത്തിൽ ഒന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് ആ നമസ്കാരം തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നു. എല്ലാം നമസ്കാരം ഒന്ന് തന്നെയാണ്, പക്ഷേ സമയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ച് വിശ്രമിക്കുന്നത് കൊണ്ടാണ് അതിന് തറാവീഹ് എന്ന പേര് വന്നത്. തറാവീഹ് നമസ്കാരം എന്ന പേര് വരാൻ കാരണം ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ച് അല്പം അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിശ്രമിക്കുക. പ്രവാചകന്റെ നമസ്കാരത്തെ സംബന്ധിച്ച്, രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വന്നത്, പ്രവാചകൻ രാത്രിയിൽ 11-ലധികം നമസ്കരിച്ചിട്ടില്ല. തറാവീഹിന്റെ എണ്ണം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ് നമുക്ക്. 11-ലധികം പ്രവാചകൻ റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താവട്ടെ പ്രവാചകൻ നമസ്കരിച്ചിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുക. എന്നിട്ടാണ് അവർ പറയുന്നത്, പ്രവാചകൻ 4 റക്അത്ത് ആദ്യം നമസ്കരിക്കും. അതിൻ്റെ നീളമോ അതിൻ്റെ ആ ഗാംഭീര്യമോ ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ, കൂടുതൽ സമയം പ്രവാചകന്റെ നീളം, കുറെ നേരം നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഖുർആൻ ഓതി നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമായിരുന്നു പ്രവാചകന്റെ നമസ്കാരം. അങ്ങനെ 4 റക്അത്ത് കഴിഞ്ഞാൽ അല്പം വിശ്രമിക്കും, പിന്നെ വീണ്ടും അടുത്ത 4 റക്അത്ത്, പിന്നെ വിത്ർ. ഇങ്ങനെയായിരുന്നു പ്രവാചകന്റെ രാത്രി നമസ്കാരം എന്ന് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രാത്രി നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ നമസ്കാരം, ആ നമസ്കാരം പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ 3 ദിവസം നമസ്കരിച്ചു. 3 ദിവസം പ്രവാചകൻ നമസ്കരിച്ചു. 4-മത്തെ ദിവസം പ്രവാചകൻ വന്നില്ല. ആളുകൾ കാത്തിരുന്നു. പ്രവാചകൻ അങ്ങനെ രാത്രി സുബഹി നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ആളുകളൊക്കെ അവിടെ ഉണ്ട്. ചോദിച്ചു, എന്താണ് പ്രവാചകൻ, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു ഈ നമസ്കാരം. അപ്പൊ നിർബന്ധമല്ല, പക്ഷേ എന്താണ്, അതിൽ വലിയ പുണ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അതായിരുന്നു ആ പ്രവാചകന്റെ റമദാനിലെ രാത്രി നമസ്കാരം. അപ്പൊ അത് നമ്മൾക്ക് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ കുടുംബസമേതം നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെയും മക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പുണ്യത്തിൽ അവർക്കും കിട്ടട്ടെ പുണ്യം. ആ പുണ്യത്തിൽ നിങ്ങൾ എന്താണ് മുൻകടന്നു വരേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റമളാനിലെ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. നമുക്ക് മാത്രം ഉള്ള നോമ്പല്ല അത്. നമ്മൾ നോറ്റിരിക്കുന്ന നോമ്പ് നമ്മൾ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയ ഒരു പുതിയ അല്ല, മറിച്ച് അന്നു മുതലേ ഉണ്ട്. പ്രവാചകന്മാരുടെ കാലം മുമ്പേ ഉള്ളതാണ്. ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഉള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത്. പക്ഷെ വ്യത്യാസമുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം അത്താഴമില്ലായിരുന്നു. അത്താഴം ഇടയത്താഴമുണ്ടല്ലോ, ഫജറിന് മുമ്പ് നമ്മൾ ആഹാരം കഴിക്കുന്ന ആ ഒരു അത്താഴം കഴിക്കുക എന്നുള്ളത് അവർക്ക് ഇല്ലായിരുന്നു. അങ്ങനെയുള്ള നോമ്പായിരുന്നു അവരുടെ ഒരു പ്രധാന വ്യത്യാസം. അതായിരുന്നു. വേറെയും കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് എന്താണ്, അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ പല രൂപങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത സഹോദര സമുദായങ്ങളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്.
അവർക്കും ഇപ്പോൾ മറ്റേ നോമ്പ് കാലമാണ്, വ്രതകാലമാണ്. അവർക്കും 40 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നോമ്പെടുക്കുന്ന ഇതാണ്. അപ്പോൾ അവർക്ക് വേറെ എന്താണ്, ഇറച്ചി മാംസങ്ങൾ കൂട്ടാൻ പാടില്ല, മത്സ്യ മാംസങ്ങൾ കൂട്ടാൻ പാടില്ല, പച്ചക്കറി, ആ രീതിയിലുള്ള ആഹാരങ്ങളിലൊക്കെ ആണ് അവരുടെ രീതി എന്ന് പറയും. അപ്പം അതൊക്കെയാണ് അവരുടെ നോമ്പ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമുക്ക് നോമ്പ് പഠിപ്പിച്ചു തന്നു. യഥാർത്ഥത്തിലുള്ള നോമ്പ് ഇതാണ്. ആർക്കെങ്കിലും ഒരു അതിൻ്റെ പേരിൽ സങ്കടമോ കരച്ചിലോ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആവേശഭരിതരാണ്, അവർ തൃപ്തരാണ്, സംതൃപ്തരാണ്. അത് ഒരു കൃത്യമായ സമയത്തേക്ക് മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് രാത്രിയിൽ ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസു ലക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പിന്റെ കുറെ നിയമങ്ങൾ. രാത്രി നമുക്കെല്ലാം ഹലാലാണ്, അനുവദനീയമാണ്. ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ ഏർപ്പെടാം, ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് അള്ളാഹു ആ നോമ്പിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഉള്ളതാണിത്, നമുക്ക് മാത്രം നിർബന്ധമാക്കിയതല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കിയത് പോലെ എന്ന് അള്ളാഹ് പറഞ്ഞ അതാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായി തീരാൻ വേണ്ടി. അപ്പൊ നോമ്പ് പിടിച്ചാൽ നമുക്ക് ഉണ്ടാവേണ്ട, നമ്മിൽ ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ട, വർദ്ധിച്ച് വരേണ്ട കാര്യം തഖ്വയാണ്. നമ്മളൊക്കെ തഖ്വയെ കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇന്നും നിങ്ങൾ കേട്ടു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാത്ത ഒരു പ്രസംഗമോ ഒരു ഖുത്ബയോ ഇല്ല. എപ്പോഴും നാം കേൾക്കുന്ന കാര്യമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്ന് പറയും. തഖ്വ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അത് റമദാനിൽ മാത്രം പോരാ, റമദാനിൽ അതിൻ്റെ ഒരു പരിശീലന കളരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തഖ്വ ഉണ്ടാക്കാനുള്ള ഒരു പരിശീലനമാണ് നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തഖ്വ ഉണ്ടാവണം. തഖ്വ ഉള്ളവരായിട്ട് നമ്മൾ മാറാറുണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. മുത്തഖീങ്ങളാണോ നമ്മൾ? മുത്തഖീങ്ങളാണോ അതോ വെറും റമദാനികളാണോ? പണ്ഡിതന്മാർ പറയാറുണ്ട്, കുൻ റബ്ബാനിയൂൻ വലാ തകുൻ റമദാനിയൻ. നീ റബ്ബിന്റെ ആളായിട്ട് മാറണം. വലാ തകുൻ റമദാനിയൻ, നീ റമദാനിന്റെ ആളായിട്ട് മാറരുത് എന്ന് പറഞ്ഞാൽ റമദാനിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രത്യേകമായ ഭക്തി പ്രകടനം, അത് കഴിഞ്ഞ് റമദാൻ അങ്ങോട്ട് പോയാൽ എല്ലാം പോയി, പിന്നെ ഭക്തിയുമില്ല, ഒന്നുമില്ലാത്ത ഒരു ജീവിതം. അതൊരിക്കലും ഈ റമദാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ഭക്തി ഉണ്ടാവണം, ഭയഭക്തി എപ്പോഴും അള്ളാഹിനെ പേടി ഉണ്ടാവണം. അള്ളാഹുവിനെ പേടിയുള്ളവരാണോ നമ്മൾ? നമ്മുടെ സംസാരം, നമ്മുടെ ഇടപഴകലുകൾ, ആളുകളുമായിട്ടുള്ള ബന്ധം എല്ലാം നമ്മളൊന്ന് നോക്കണം. ആളുകളിൽ നിന്ന് കൂട്ടം വിട്ടുകൊണ്ട് ഒറ്റക്കാകുമ്പോൾ, തനിച്ചാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം? ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ എങ്ങനെയാണ് നാം നമ്മുടെ ഇടപഴകലുകൾ ഒക്കെ എങ്ങനെയായിരിക്കും ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണ് തഖ്വ. നമ്മുടെ നാവിനെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിനും കാതിനും നാവിനും എല്ലാം നോമ്പായിരിക്കണം. അതല്ലാതെ വയറിന് മാത്രം പോരാ നോമ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിനും നോമ്പായിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വകമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാർ, എത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, അവരുടെ ആ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ
മറ്റൊന്നും അവർ നേടുന്നില്ല. നോമ്പ് കൊണ്ട് നേടുന്നത് പട്ടിണി മാത്രം. എത്ര രാത്രി നമസ്കാരക്കാരാണ്. അവരുടെ ആ രാത്രി നമസ്കാരം കൊണ്ട് അവർ നേടിയെടുക്കുന്നത് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താണ്? തഖ്വയില്ല, ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. നമുക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും ഒക്കെ അള്ളാഹു മാറ്റുരച്ചു നോക്കുന്നത് തഖ്വ വെച്ചുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കൾ അവരൊരു ബലികർമ്മം നടത്തി. 2 മക്കൾ, ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. വത്തുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖിറ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കൾ ആരാണ്? നമുക്കറിയാം, ഹാബീലും കാബീലും എന്ന് പറയുന്ന 2 പുത്രന്മാർ. അതിലെ ഹാബീല് നല്ലവനായിരുന്നു, കാബീല് അധർമ്മകാരിയായിരുന്നു, മോശക്കാരനായിരുന്നു. കാബീല് പിന്നെ തോന്നിയവാസം പോലെ ജീവിക്കുന്ന ആളായിരുന്നു. ഹാബീൽ അങ്ങനെയല്ല, ഹാബീല് അള്ളാഹിനെ പേടിയുള്ള ആളായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും ഒരു ബലികർമ്മം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, ഒരാളിൽ നിന്നും അത് സ്വീകരിച്ചില്ല. അപ്പോഴാണ് ഇവൻ പറയുന്നത് ലഅഖ്തുലന്നക ഖാല ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊല്ലും. ഇവൻ അപ്പം സഹോദരന്റെ നേരെ പറയുകയാണ്, അല്ലേ, കൊന്നുകളഞ്ഞ സംഭവമൊക്കെ അറിയാമല്ലോ, എൻ്റെ ചരിത്രം അങ്ങനെയാണ്. കൊന്നുകളഞ്ഞിട്ട് മൂടാൻ അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ഇത് മറവ് ചെയ്യുക? പിന്നെ അള്ളാഹു ഒരു കാക്കയെ അയച്ചിട്ട് കാക്ക എന്താ കാണിച്ചു കൊടുക്കുകയാണ്. കാക്ക ഒരു കുഴിയെടുക്കുന്ന കാണിച്ചിട്ട് ഇവൻ അത് കണ്ടിട്ടാണ് ഈ ബോഡി എടുത്ത് മറവ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ആ കാക്കയുടെ അത്രയും വിവരം പോലും എനിക്കില്ലാതായല്ലോ എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ നിന്നും സ്വീകരിച്ചു, മറ്റേയാളിൽ നിന്നും സ്വീകരിച്ചില്ല. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, ഹാബീൽ പറഞ്ഞത് എന്താണ്? ഹാബീൽ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല തഖ്വയില്ലെങ്കിൽ. നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹു ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നാം കൃത്യമായിട്ട് അറിയണം. അവിടെ തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അതായത് റമദാൻ വരുമ്പോൾ എല്ലാവരും നോമ്പുകാർ, അപ്പോൾ ഞാനും നോമ്പുകാർ. വെള്ളിയാഴ്ചയാകുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പള്ളിയിൽ പോകുന്നു, അപ്പോൾ ഞാനും പള്ളിയിൽ പോകുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഞാനിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള ഞാനെ അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് ഇത് അറിഞ്ഞുകൊണ്ട് പോകണം. ഇതെന്റെ നിർബന്ധമായ ബാധ്യതയാണ്. ജുമാ വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ വിളിച്ചാൽ നീ വേഗത്തിൽ പള്ളിയിലേക്ക് വരണമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല, എന്റെ ബാധ്യതയാണത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. റമദാൻ വരുമ്പോൾ ആവേശത്തോടു കൂടി രംഗത്ത് വരികയാണ്, മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണ്, അള്ളാഹു എന്നോട് നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ട കാര്യമാണ്. അതൊരു സീസൺ അല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സീസൺ പരിപാടികളുണ്ടല്ലോ, അതേപോലെ
ഉള്ള ഒരു സീസൺ കാലം മാത്രം ഉണ്ടാവേണ്ട ഒന്നല്ല തഖ്വ എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ മരണപ്പെടുന്നത് വരെ നിന്റെ മരണം വരുന്നത് വരെ, നിനക്ക് മരണം വരുന്നത് വരെയും ഉണ്ടാവേണ്ട, ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും തഖ്വയുടെ കാര്യത്തിൽ നമ്മൾ പരാജിതരാണ്. റമദാൻ മാസം തന്നെയും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? റമദാൻ മാസം വന്നാൽ എന്താണ്? ഈ കുടിയും തീറ്റയും ഇച്ചിരി മാറ്റിവെച്ചല്ലാതെ നമ്മുടെ നാമിനെ നമ്മൾ നോക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ കാലുകളെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഹൃദയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാ പറഞ്ഞത്. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന 3 പ്രാവശ്യം പറഞ്ഞു. ഇവിടെയാണ് തഖ്വ ഉണ്ടാവേണ്ടത്. ഇത് ഇവിടെയാണ് തഖ്വ, ഹൃദയത്തിലാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിങ്ങളിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ആ ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം, നല്ല മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കണം. അതൊക്കെയാണ് തഖ്വ കൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ. നല്ല മനുഷ്യരായി മാറണം, നല്ലൊരു ഭർത്താവായിട്ട് മാറാൻ സാധിക്കണം, വീട്ടില് മാതൃകയുള്ള ഒരു വാപ്പയായിട്ട് മാറാൻ സാധിക്കണം, അതേപോലെ തന്നെ നല്ലൊരു ഉമ്മയായിട്ട് മാറാൻ സാധിക്കണം, നല്ലൊരു മകനായിട്ട് മാറാൻ സാധിക്കണം. അങ്ങനെ ആ വിധത്തിലൊക്കെ നമ്മൾ ഈ തഖ്വയെ കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ വിശാലമായ അർത്ഥത്തിൽ നാം അത് കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് തഖ്വ നമുക്ക് വേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിനോട് തഖ്വയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാൻ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമൽ ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഇദാദു ഫീ യൗമിർ റഹീൽ. അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് തഖ്വ? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ് അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്ന് പടച്ചവനെ പേടി തന്നെയാണ്. ആദ്യം പറഞ്ഞ അള്ളാഹിനെ പേടിക്കുക. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നാം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നമ്മുടെ പതിസ്ഥാനത്ത് തന്നെ ഉണ്ട്. അവന്റെ നോട്ടത്തിൽ തന്നെയാണ് നാം 24 മണിക്കൂറും. ഏത് സമയവും അള്ളാഹുവിന്റെ നോട്ടത്തിൽ തന്നെയാണ്. എങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കും? ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് എങ്ങനെ തെറ്റ് ചെയ്യാനോ, ആരും കാണാതെ തെറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? അള്ളാഹ് കാണുകയല്ലേ, അള്ളാഹു അറിയുന്നവനല്ലേ, അള്ളാഹു സമീഅ അല്ലേ, അള്ളാഹു കേൾക്കുന്നവനാണ്, അലീമാണ്, അറിയുന്നവനാണ്. സമീഅ, അലീം, ബസീർ, കാണുന്നവൻ. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, അല്ലേ? ഖുർആനാണ്. യഅലമു ഖായിനത്തൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്നവനാണ് അല്ലാഹ്. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അല്ലാഹ്. നിന്റെ മനസ്സിൽ വിചാരിക്കുന്ന ഈ കണ്ണിലൂടെ എങ്ങനെ പോകുമല്ലോ, അതുപോലും അറിയുന്നവനാണ് അല്ലാഹു. വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ ഒളിച്ചു വെക്കുന്ന കാര്യവും അറിയുന്നവനാണ് അല്ലാഹു. നമ്മുടെ ഹൃദയ രഹസ്യം അറിയുന്നവനാണ് അല്ലാഹു. അപ്പൊ ആ അള്ളാഹുവിനെ നമുക്ക് ഭയമുണ്ടാവണം, പേടിയുണ്ടാവണം. അതാണ് തഖ്വയുടെ ഒന്നാമത്തെ അടയാളം. ഇനി രണ്ടാമത്തതോ വൽ അമലു ബിത്തൻസീൽ, ഇറക്കപ്പെട്ടത് കൊണ്ട് അമൽ ചെയ്യണം. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമുള്ള അമലുകൾ നീ ചെയ്യണം. എന്താണോ കൽപ്പിക്കപ്പെട്ടത് ഖുർആനിലൂടെ അത് നമ്മൾ ചെയ്യണം. അതാണ് തഖ്വ. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതിൽ തൃപ്തിപ്പെടുക. എന്താണ് നമുക്ക് അസ്വസ്ഥത തോന്നുന്നത്? എന്താണ് സമാധാനക്കേട് ഉണ്ടാകുന്നത്? നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ സാധിക്കുന്നില്ല. വീണ്ടും ഉണ്ടാവണം, അവനെ പോലെ ആവണം, മറ്റവനെ പോലെ ആകണം. അവസാനം പോയി വലിയ കെണികളിൽ പോയി വീഴുകയാണ്. അവനെ പോലെയും ഇവനെ പോലെയും ഒക്കെ ആകാൻ ശ്രമിച്ചു. അവസാനം ഭാരം കയറി
അവസാനം എന്താണ്, ദീൻ വെറുക്കുന്ന കാര്യത്തിലേക്ക് പോലും ഒരുപക്ഷെ അവൻ ചാടിപ്പോവും. ആത്മഹത്യ പോലുള്ള വലിയ കുറ്റങ്ങളിലേക്കായിരിക്കും പിന്നീട് അവൻ മാത്രമല്ല നിരപരാധികളായ അവന്റെ കുടുംബത്തെയും ചിലപ്പോൾ അവൻ ആ കാര്യത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലൊരു ഉപദേശമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ഉള്ളതിൽ സമാധാനം അടയുക. അതേപോലെ വൽ ഇസ്തിഅദാദു ഫി യൗമിർ റഹീൽ, മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. എപ്പോഴാണ്, ഏത് സമയത്താണ് മരണം നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് നേരത്തെ അറിയുക സാധ്യമല്ല. എപ്പോൾ മരിച്ചാലും ഏത് സമയം വന്ന് വിളിച്ചാലും ആ സമയം നാം റെഡി ആയിരിക്കണം പോകാൻ. അതാണ് വൽ ഇസ്തിഅദാദു ഫി യൗമിർ റഹീൽ, മടക്കയാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുക. ഇതാണ് വളരെ വിലപ്പെട്ട ഉപദേശമാണ്. ഇതാണ് തഖ്വ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ യഥാർത്ഥ തഖ്വയുള്ളവരായിട്ട് മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തഖ്വയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം എന്നും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. നിങ്ങൾ ഒരു ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികൾ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, എങ്ങനെയാണോ സൂക്ഷിക്കാൻ പറഞ്ഞത്, അള്ളാഹു എങ്ങനെയാണോ അവനെ സൂക്ഷിക്കാൻ പറഞ്ഞത് അതേ വിധത്തിൽ സൂക്ഷിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മത പോരാ, അള്ളാഹ് പറഞ്ഞതുപോലെ അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. അപ്പോൾ തഖ്വ എന്താണ്? നമ്മുടെ ജീവിതാന്ത്യം വരെ, മരണം വരെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഈ തഖ്വ കൊണ്ടുള്ള നേട്ടങ്ങൾ അനവധിയാണ്, ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. തഖ്വ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾ ഭാഗ്യവാനാണ്. തഖ്വ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും, കുറേയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും നമ്മൾ ആ തഖ്വ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അവനൊരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും, തുറന്നു കൊടുക്കും. അവന് പ്രയാസമായിരിക്കും ആ തടസ്സങ്ങളൊക്കെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവന് തഖ്വ ഉള്ളത് കൊണ്ട് അതെല്ലാം അള്ളാഹു അവന് തുറന്നു കൊടുക്കും. ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കും, ഒരു എക്സിറ്റ്, ഒരു വഴി, പുറത്തേക്കുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. നിങ്ങൾ നോക്കുക, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര ആളുകൾ വളരെ സമാധാനത്തോടു കൂടിയ അവരുടെ ജീവിതം, ഒരു ടെൻഷനോ പ്രയാസമോ ഒന്നും ഇല്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും പിന്നെ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ മാഷാ അല്ലാഹ്, എന്ത് സുഖമാണോ അൽഹംദുലില്ലാ. പട്ടിണിയായിരിക്കും, വീട്ടിൽ പട്ടിണിയായിരിക്കും, ദുരിതങ്ങളായിരിക്കും, ആഹാരം നേരെ ചൊവ്വേ കഴിച്ചിട്ട് ദിവസങ്ങളായിരിക്കും. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നായിരിക്കും. എന്താണ്? ആ ഒരു സമാധാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ബേജാറോ ഒരു പ്രയാസമോ ഒന്നുമില്ല. അത് തഖ്വയിലൂടെ കിട്ടുന്ന ഒരു സുഖമാണ്. അള്ളാഹു വഴി തുറന്നു കൊടുക്കും. അതേപോലെ മറ്റൊരായത്തുള്ള അള്ളാഹു പറയുന്നത് അവന് ഫുർഖാൻ നൽകുമെന്നാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വഴി അവന് കാണിച്ചു കൊടുക്കും.
വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു ഫുർഖാന, അള്ളാഹു അവന് തഖ്വയുള്ളവർക്ക് അള്ളാഹു ഫുർഖാൻ നൽകും. ഫുർഖാൻ, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും എന്താണ് കൃത്യമായിട്ട് അവനെ വേർതിരിച്ചു കൊടുക്കും. അള്ളാഹു കൃത്യമായിട്ട് അവനൊരു കൺഫ്യൂഷനും ഒന്നും ഉണ്ടാവുകയില്ല, ഒരു തശ്വീഷും ഒരാശയക്കുഴപ്പം ഒന്നും അവനുണ്ടാവുകയില്ല. കൃത്യമായിട്ട് അവന് അള്ളാഹു രണ്ടായിട്ട് വേർതിരിച്ച് കാണിച്ചു കൊടുക്കും. തഖ്വ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ തഖ്വ ഉണ്ടെങ്കിൽ ഈ വക നേട്ടങ്ങളാണ് നമുക്ക് ഉള്ളത്. അതേപോലെ മറ്റൊരായത്തിൽ പാപങ്ങൾ പുറത്തു മായ്ച്ചു കൊടുക്കും, പാപങ്ങൾ പുറത്തു. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅലിം ലഹു അജ്റ, മഹത്തായ പ്രതിഫലം നൽകുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയുടെ കാര്യം റമദാൻ മാസത്തിൽ നമ്മളത് കുറച്ചുകൂടി ആ തഖ്വയുള്ളവരായിട്ട് മാറി, അത് റമദാൻ കഴിഞ്ഞാലും അത് തുടർന്നുകൊണ്ട് പോയി ജീവിതാന്ത്യം വരെ നമുക്ക് ഈ തഖ്വ, ഈ കെടാവിളക്ക്, ഈ തഖ്വയുടെ പ്രകാശം നഷ്ടപ്പെടാതെ ഒരു ഒരു വിളക്കായിക്കൊണ്ട്, ഒരു പ്രകാശമായിക്കൊണ്ട് അതിനെ നമ്മൾ കൊണ്ടു നടക്കണം. അതാണ് തഖ്വയെ സംബന്ധിച്ച് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ നോമ്പുതുറ നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പുതുറ ഇഫ്താർ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരണം. വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്നത് അത് കൂടുതലാവണ്ട, 1-2 ദിവസം ഇടക്കിടക്ക് അവിടെയും, ബാക്കി ദിവസങ്ങൾ പള്ളിയുമായിട്ട് നിങ്ങൾ ഒരു ബന്ധം, ഒരു സാമൂഹിക ബന്ധം, അത് സ്നേഹവും ഐക്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ സാഹോദര്യ ബന്ധവും ഒക്കെ ഈ റമദാനിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇഫ്താർ സംഗമം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ നോമ്പ് തുറയുണ്ട്. 10-40 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അത് എല്ലാവരും വരണം ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് തുറക്കുകയുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ നോമ്പ് തുറപ്പിക്കുന്നവർക്കുള്ള പ്രതിഫലം നോമ്പുകാരന് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഈ നോമ്പ് തുറപ്പിക്കുന്നവർക്കും ലഭിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്, നോമ്പ് തുറപ്പിക്കുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ഈ നോമ്പ് തുറയിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും അതേപോലെ നോമ്പ് തുറപ്പിക്കുവാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ അൻസാർ കുറ്റിവട്ടം നാം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ ഒരു വേർപാടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൻസാർ സാഹിബിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നാളെ സ്വർഗത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമുക്കുണ്ടായിട്ടുള്ള ആ നഷ്ടത്തിന് പകരം അള്ളാഹു നമുക്ക് ആരെങ്കിലുമൊക്കെ നൽകി ആ നഷ്ടത്തിന് പകരം അള്ളാഹു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതേപോലെ തന്നെ നമ്മൾ ജാമിയ എടവണ്ണ അറബിക് കോളേജിൻ്റെ ഒരു കാര്യം നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനം വഹിക്കുന്ന പങ്ക് നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. കുറേ അധികം ആളുകൾക്ക് വിജ്ഞാനം നൽകുകയും അവർ വഴി ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ എടവണ്ണ എന്ന് പറയുന്ന ആ സ്ഥാപനം. ഒരുപാട് സലാഹിമാരെയും സലാഹിയ വനിതകളെയും ഒക്കെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ റമദാൻ കാലത്ത് റമദാൻ കാലത്താണ് അവരൊരു ഫണ്ട് ശേഖരണം നടത്തുന്നത് വ്യാപകമായിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പള്ളിയിലും ഒരു ലെറ്റർ നമുക്ക് അവർ നൽകിയിട്ടുണ്ട്. ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ലെറ്റർ നൽകുകയാണ്, കത്ത് നൽകുകയാണ്. അതിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു കത്ത് എല്ലാവർക്കും നൽകുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു QR കോഡ് അതിനകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ എത്രയാണോ അത് നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക, നേരിട്ട് നടത്തുക. ഇവിടെ നമ്മൾ ബക്കറ്റ് സാധാരണ പള്ളിയിൽ നിന്ന് തന്നെ ഒരു ബക്കറ്റ് കളക്ഷൻ എടുക്കലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇപ്പോൾ അവർ ഒരു കുറച്ച് കത്തുകളുടെ ഒരു കെട്ട് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ കത്തുകൾ നൽകും.
അത് വാങ്ങി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സിന് തോന്നിക്കുന്നത് എത്രയാണോ റമദാനിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും എല്ലാം നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കഴിഞ്ഞു പോയ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും തഖ്വയുള്ള അന്ത്യം നൽകുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗവുമായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ദൂരെ നിന്നൊക്കെ ഈ പള്ളിയിൽ നമസ്കരിക്കാനൊക്കെ എത്തിച്ചേരുന്ന നമ്മുടെ സഹോദരങ്ങൾ പ്രായം ഒക്കെ ആയി ഒക്കെ അവരൊക്കെ ഓരോ വിഷയത്തിൽ ഒക്കെയാണ്, വിഷമങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു അവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു കുറേ അധികം ആയുസ്സുകൾ നൽകി ഈ പള്ളിയിൽ കൂടുതൽ നാൾ വരാനും ഈ പള്ളിയുമായി ബന്ധപ്പെടാനും ഉള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു അവർക്കും നമുക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين